ഹലോ. അപ്പോൾ ദാ ഇത് നമ്മുടെ ശ്രീലങ്കൻ വീഡിയോ പാർട്ട് 4 ആണ് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ബുദ്ധ ടെമ്പിളിൽ തന്നെയാണ്. ബുദ്ധ ടെമ്പിൾ ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഒരു റൂം എന്താ നമ്മൾ ആ റൂം ഫുള്ള് കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്ത് നെക്സ്റ്റ് റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ റൂമിലും ചെന്നപ്പോൾ സെയിം സ്റ്റാച്യൂസ് തന്നെയായിരുന്നു. കണ്ടില്ലേ, നേരത്തെയുള്ള റൂമിലുള്ള സ്റ്റാച്യു തന്നെയായിരുന്നു ഈ ഒരു റൂമിലുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ എല്ലാ റൂമിലും പോയി നമ്മൾ ലാസ്റ്റ് പുറത്തേക്ക് കടന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഇനി പുറത്തേക്കുള്ള വഴിയാണ് കേട്ടോ. നമ്മളിനി പുറത്തേക്ക് പോകാനായിട്ട് പോവാണ്. അപ്പോഴത്തേക്കും രാത്രിയായി, ഇരുട്ടായിട്ടോ ആ ഒരു പ്ലേസ്. അതെല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക്. അവിടെ കുറച്ച് സ്റ്റോഴ്സ്, കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വേറൊരു ബുദ്ധ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു എൻട്രൻസ് ആയിരുന്നു. കുറേ ബുക്സൊക്കെ വെച്ചിട്ടൊരു മ്യൂസിയം പോലെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടില്ലേ, അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ബുദ്ധയുടെ ഒരു വലിയൊരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രാവലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വേറൊരു റിസോർട്ടിലേക്കാട്ടോ പോയത്. അവിടെ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് കുറേ എനിക്ക് തോന്നുന്നു ലേഡീസിന് മാത്രമായിരുന്നു ആ ഒരു ഫ്ലവേഴ്സ് കൊടുത്തിരുന്നത്. നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് അവർ ഒരു വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. പക്ഷേ ആ ഡ്രിങ്ക് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു ഡ്രിങ്ക് ആയിരുന്നു. അങ്ങനെ നമ്മൾ കീ കിട്ടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇതും നമ്മൾ ഫസ്റ്റ് പോയ റിസോർട്ടിനേക്കാളും നല്ല റിസോർട്ടായിരുന്നു കേട്ടോ ഈ ഒരു റിസോർട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിസോർട്ടായിരുന്നു ഈ ഒരു റിസോർട്ട്. നല്ല അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, കണ്ടില്ലേ കുറച്ച് പേരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നിന്നിട്ട്. അങ്ങനെ നമ്മുടെ റൂമിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇത് ബാത്റൂമാണ്. അടിപൊളി ബാത്റൂമൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല റൂമായിരുന്നു. കണ്ടില്ലേ. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കടന്നു. അവിടെ ഒരു ലോക്കറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബെഡ്, പിന്നെ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. TV, അങ്ങനെ കുറച്ച് ഇരിക്കാനായിട്ട് ചെയർ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ആ ഒരു കർട്ടൻ മാറ്റിക്കഴിഞ്ഞാലും പുറത്തേക്ക് ഒരു ഡോർ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ല, ഇരുട്ടായതുകൊണ്ടാണ് ഞാനൊരു ഡോർ ഓപ്പൺ ചെയ്യാണ്ടിരുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നല്ലോ, ഇരുട്ടായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണില്ല. പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ പുറത്ത്, അതായത് ഔട്ട്സൈഡായിട്ട് ഇങ്ങനെ കുറച്ച് പ്ലേസ് ഉണ്ടായിരുന്നു ഇരിക്കാനൊക്കെ പറ്റുന്നത്. കണ്ടില്ല, നല്ല ഒരു എല്ലായിടത്തും നല്ലൊരു ഗ്രീനറി ഒരു എഫക്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു റിസോർട്ടിൽ. ആ റിസോർട്ടിൽ മാത്രമല്ല, നമ്മൾ ഫസ്റ്റ് പോയ റിസോർട്ടിലും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഫുഡ് കഴിക്കാൻ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കണം റെസ്റ്റോറൻറ്റിലേക്ക്. മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഈ സൈഡിൽ വെച്ചേക്കുന്നതാണ് ഫുഡൊക്കെ കേട്ടോ. ഞാനെടുത്ത ഫുഡ് മാത്രമേ നിങ്ങൾ കാണിക്കുന്നുള്ളൂ. ഞാൻ ഫ്രൈഡ് റൈസ് എടുത്തു, പിന്നെ കുറച്ച് സ്റ്റീം റൈസ് എടുത്തു, പിന്നെ പാസ്ത, ബേക്ക്ഡ് പൊട്ടറ്റോ, പിന്നെ ഒരു ചിക്കനാണ് എടുത്തത്. അപ്പോൾ അത് കണ്ടില്ലേ, സൂപ്പ്, അതുപോലെ തന്നെ സാലഡ്സ് ഒരു സെക്ഷനിൽ, പിന്നെ സ്വീറ്റ്സ്, ഫ്രൂട്ട്സ്,
പേസ്ട്രീസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവിടെ. നമുക്ക് എത്ര വേണോ അത്രയും നമുക്കെടുത്ത് കഴിക്കാം കേട്ടോ. മാള് ഭയങ്കര ദുഃഖത്തിലിരിക്കുകയാണ് ആ സമയത്ത്. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ താഴത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ ഇവിടെ ഒരു മ്യൂസിക് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുത്തൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൻ്റെ താഴെയാണ് മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ആ മ്യൂസിക്കൊക്കെ ഇരുന്ന് കേട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊതുക് കടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോയി. പിന്നെ റൂമിലിരുന്നിട്ട് കുറേ സംസാരിച്ചു കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഒരാളിരുന്ന് ലൈവ് ബാൻഡ് മ്യൂസിക്കൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ആയപ്പോൾ ഞാൻ ആ റൂമിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ കർട്ടനൊക്കെ മാറ്റിയിട്ട് ആ ഒരു ബാൽക്കണിയുടെ ആ ഒരു സൈഡിലേക്ക് പോയി. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ, നല്ല ഗ്രീനറിയും അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റിസോർട്ടായിരുന്നു ഈ ഒരു റിസോർട്ട്. കണ്ടില്ലേ, നല്ല ഗ്രീനറി, നല്ല പച്ചപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അവിടെ. അതാ ഞാൻ ഡോറൊക്കെ തുറന്ന് പുറത്ത് കടന്ന് കണ്ടില്ലേ, നല്ല ഗ്രീനറി ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ ആ ഒരു റിസോർട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇവിടെ ഇരിക്കാനൊക്കെ നമുക്ക് ചെയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തൊട്ടപ്പുറത്ത് അടുത്ത റൂമിലെ ബാൽക്കണിയാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ ഒരു പോണ്ട് ഉണ്ടായിരുന്നു. പോണ്ടിൽ നിറച്ച് ഫിഷൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ റെഡിയായി പിന്നെയും ഫുഡ് കഴിക്കാനായിട്ട് പോയി, മോർണിംഗ് ഫുഡ്. അപ്പോൾ ഞാൻ ഇത്ര എടുത്തുള്ളൂ. ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്, സോസേജ്, ഫ്രൈഡ് റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെയും നമ്മുടെ ലഗേജൊക്കെ പാക്ക് ചെയ്തു. അടുത്ത പ്ലേസിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പോവാണ്. ആ ഒരു റിസോർട്ടിൽ നമ്മൾ ഒരു ദിവസം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി പിന്നെയും നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഡേ മുതൽ ഞങ്ങൾ ഏറ്റവും ബാക്കിലെ സീറ്റിലായിരുന്നു കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു ടൗൺ ഏരിയ ആണ് കേട്ടോ ഈ ഒരു പ്ലേസ്. ഇത് കണ്ടില്ലേ, കുറേ പേര് ബുദ്ധപൂർണിമയുടെ ഡേ ആയിട്ട് കുറേ പേരിങ്ങനെ റോട്ടിലേക്ക് കൂടെ ഇങ്ങനെ നടക്കുന്നത് കണ്ടു കേട്ടോ. ഇവരൊക്കെ ബുദ്ധന്മാർ തന്നെയാണ്. കണ്ടില്ല, അവരെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറേ പേര് അവിടെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട് അവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡിൽ കൂടെ കാണുന്ന ആ റിവറാണ് മഹാവലി, ലോങ്ങസ്റ്റ് റിവർ ഇൻ ശ്രീലങ്കയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഏരിയ കാണാനായിട്ട്. ആ ഒരു റിവറിൻ്റെ സൈഡിൽ ഫുള്ള് ബാംബു ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അടുത്ത നമ്മൾ പോയത് ഒരു ബുദ്ധ ടെമ്പിളിലേക്ക് തന്നെയാണ് കേട്ടോ. ശ്രീലങ്കയിൽ കൂടുതലായിട്ടും ഇങ്ങനെ ബുദ്ധ ടെമ്പിൾസ് തന്നെയാണ് ഉള്ളത്. അപ്പം നമ്മൾ ബുദ്ധ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അവിടെ ഒരു ഗോൾഡൻ ബുദ്ധയുടെ സ്റ്റാച്ചു ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറേ റൈറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു വാൾസിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോണ സമയത്ത് ഒരു
ബുദ്ധരുടെ സ്റ്റാച്ചു ആയിരുന്നു കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബുദ്ധയുടെ ടൂത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൂത്ത് ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് കൊണ്ടുവന്നത് ഒരു ഒറീസിയൻ പ്രിൻസസ് ആയിട്ടുള്ള ഹേമമാല ആണ് കേട്ടോ. അപ്പോൾ അവരുടെ മുടിയിൽ ഒളിപ്പിച്ചിട്ടാണ് ശ്രീലങ്കയിലേക്ക് ഈ ഒരു ടൂത്ത് കൊണ്ടുവന്നത്. ഈ ഒരു ടൂത്ത് റിലീക്ക് ശ്രീലങ്കയുടെ കയ്യിലുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെന്താ നമ്മൾ കുറച്ച് ആ ഒരു ബുദ്ധ ടെമ്പിളിൻ്റെ പുറത്തേക്ക് കടന്നപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇതൊരു മണ്ഡപമാണ് കേട്ടോ. ഇവിടെയാണ് പ്രോഗ്രാംസ് ഒക്കെ നടക്കാറ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു. റെയിൻ ആയതുകൊണ്ട് ഞങ്ങൾ അംബ്രല്ലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സൈഡിലേക്ക് പോയത് കേട്ടോ. അങ്ങനെ ഇവിടെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. ഗ്രൂപ്പായിട്ട് കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ അല്ലാണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ഇനിയും കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. പക്ഷെ നല്ല മഴയുണ്ട്, ഞാൻ ഫോൺ അങ്ങനെ വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൈഡ് ഈ ഒരു പ്ലേസിനെ പറ്റി കുറേ ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് കിടക്കണം. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ നിന്നു. ഞങ്ങൾ കുറച്ച് പേര് അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പോൾ മഴയുള്ളതുകൊണ്ട് ഞങ്ങൾ അംബ്രല്ല യൂസ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മളിനി അടുത്തത് പോയത് സിഗിരിയാണ്. അവിടെയാണ് നമ്മുടെ രാവണക്കോട്ട ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേസിനെ പറയുന്നത് ദ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേസ് ഈ ഐലാൻഡിലെ ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ളൊരു വണ്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് കുറേ സ്റ്റെപ്പ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 1000 സംതിങ് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് അതിൻ്റെ ടോപ്പിൽ എത്തേണ്ടത്. അപ്പോൾ ഇത് കയറുന്ന സമയത്ത് തന്നെ നല്ല കാറ്റാണ് കേട്ടോ. അവിടെ നല്ല പോലെ കാറ്റുണ്ടായിരുന്നു. കോട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറന്നു കേട്ടോ. കുറേ പേര് തൊപ്പിയൊക്കെ പറന്നു പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തിന് നമ്മൾ ലയൺ റോക്ക് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ പേര് വരാനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാലസിൻ്റെ എൻട്രൻസിൽ ഒരു ലയണിൻ്റെ സ്റ്റാച്ചു പോലെ കേട്ടോ. അപ്പോൾ അതിൻ്റെ കാലുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വീഡിയോയിൽ കണ്ടില്ലേ, ഇതേപോലെ ലയൺസിൻ്റെ ആ ഒരു കാലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റാച്ചു പോലെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വാട്ടർ ഗാർഡൻസ് ഉണ്ട്, ഫൗണ്ടെയിൻ ഗാർഡൻസ്, സമ്മർ ഹൗസസ്, എൽഡർ ഗാർഡൻസും അതുപോലെ തന്നെ കേവ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ആഫ്റ്റർനൂൺ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ട് അപ്പോൾ ഞാനെടുത്ത ഫുഡ് ഇതായിരുന്നു, റൈസ്, അതുപോലെ തന്നെ പാസ്ത, പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ മാളു വെജാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് മാളു റിവ്യൂ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്